യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ മേലിറങ്ങുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനാൽ യേശു കർത്താവ് സ്നാനമേറ്റപ്പോൾ ആ പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപേണ ഇറങ്ങിയതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നത് നിങ്ങൾ കാണുക. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നത് നിങ്ങൾ ദർശിക്കുക. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങുന്നത് നിങ്ങൾ കാണുന്നു എങ്കിൽ കർത്താവിന്റെ കൃപ ഇന്ന് നമ്മുടെ മേൽ പരിവർത്തിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ബലഹീന രോഗശാപക്കെട്ടുകൾ നസ്രേനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ശരീരം വിട്ട് പുറത്താകും. നമ്മുടെ ജീവിതത്തിലെ ശാപബന്ധനങ്ങൾ ഇതാ പുറത്താകും. ഓ, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ കൃപയുടെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടുമ്പോൾ നമ്മുടെ മേലിരിക്കുന്ന ബലഹീന ശാപം ഇന്ന് അഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ the Holy Spirit, the Holy Spirit, the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകലരുടെ മേലും ഇതാ അവന്റെ കൃപയുടെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടുന്നു. ആമേൻ. നമ്മളൊരു ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ഇപ്പോൾ കർത്താവിനോട് പറയുക. എന്തു വിടുതൽ നമുക്ക് വേണം. ഇപ്പോൾ എന്തിന്റെ മേൽ ബലഹീനപ്പെട്ട് നമ്മൾ വേദനയോടുകൂടെ ഇരിക്കുന്നുവോ, കർത്താവ് ഈ ഗാനത്തിനോട് കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ മേൽ നിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ. യേശുവേ, ഈ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. വിടുതലിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിടുതലിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ. The name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമം, യേശുവിന്റെ അധികാരമുള്ള നാമം ഇതാ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ഉള്ളം കാൽ മുതൽ ഉച്ചം തല വരെ അവന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലെ അസ്വസ്ഥതകൾ മാറുന്നു, രോഗങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. സകലരുടെ മേൽ ആ വിടുതലിന്റെ ശക്തി ഇറങ്ങുന്നു. വിടുതലിന്റെ ശക്തി ഇറങ്ങുന്നു. സ്വർഗത്തിൽ ഇരുന്ന് വിടുതലിന്റെ ശക്തി കടന്നു വരുന്നു. രോഗാത്മാക്കൾ തുറന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ശാപം മാറട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വിടുതലിന് വേണ്ടിയിട്ടാണെങ്കിൽ യേശു നമ്മെ സൗഖ്യമാക്കും. വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കടന്നു വന്നതുപോലെ പോകുവാനേ കഴിയത്തുള്ളൂ. ദൈവസന്നിധിയിൽ ആലോചിക്കുന്നുവെങ്കിൽ
ആ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ മേൽ അവന്റെ വിടുതലിന്റെ അഗ്നി വരട്ടെ. ആ വിടുതലിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഈ സ്ഥലം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയുവാൻ പോകുന്നു. ഈ സ്ഥലം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയുന്നു. നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ശരീരത്തിൽ വിടുതലിന്റെ The Holy Spirit, the Holy Spirit, the name of Jesus, the name of Jesus, the Holy Spirit. സകലരുടെ മേലിൽ ആ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിലൂടെ ഒഴുകപ്പെട്ട ശക്തി, ക്രൂശിലൂടെ ഒഴുകപ്പെട്ട ശക്തി, ക്രൂശിതനായ കർത്താവിന്റെ കൃപ, ക്രൂശിതനായ കർത്താവിന്റെ കൃപ, താനായി കല്യാണത്തിൽ അത്ഭുതങ്ങൾ നടത്തിയ ക്രിസ്തു. ഹല്ലേലൂയ. ഈ സ്ഥലത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ പോകുന്നു. നടക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി അല്ലാഹുവിനെ ഇപ്പോൾ സ്വീകരിക്കുന്നവർക്ക് ഇതാ വിടുതൽ, വിടുതൽ, വിടുതൽ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ രോഗങ്ങളെ യേശുവിന്റെ നമ്മുടെ അസ്വസ്ഥതയുടെ ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്നതായ യേശുവിന്റെ ഇവിടെ വ്യാപരിക്കുന്നു. ഏത് രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതായ കൃപ വ്യാപരിക്കപ്പെടുന്നു. കർത്താവിന്റെ ശക്തി നീ തിരിച്ചറിയുന്നുവോ? കർത്താവിന്റെ നാമം നീ തിരിച്ചറിയുന്നുവോ? യേശുവിന്റെ സൗഖ്യമാക്കുവാൻ പോകുന്നു. യേശുവിന്റെ സൗഖ്യമാക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുന്നതായ വ്യക്തികൾക്ക് സൗഖ്യം വ്യാപരിക്കപ്പെടുന്നു, വ്യാപരിക്കപ്പെടുന്നു. The name of Jesus, the name of Jesus. Amen. ഡോക്ടേഴ്സ് കൈവിട്ടു പരമവൈദ്യം ഡോക്ടറുമായിരിക്കുന്ന കർത്താവ്. Hallelujah, hallelujah, hallelujah. The Holy Spirit, the name of Jesus Christ, the name of Jesus Christ, the name of Jesus Christ. ഓ നമ്മുടെ ശരീരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടുന്നു, വ്യാപരിക്കപ്പെടുന്നു. ആ ക്രൂശിലേക്ക് നോക്കുക. ആ ദിവ്യ കാരുണ്യം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് മേഘാരുടനായി കടന്നു ചൊല്ലുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. നീ വിളിക്കുമ്പോൾ ഞാൻ മടങ്ങി വരും. ആ കർത്താവിനെ ഇപ്പോൾ നിലവിളിക്കുക. യേശുവേ, നീ എന്റെ അടുക്കൽ ഇപ്പോൾ വരണമേ. വിളിച്ചാട്ട, യേശുവേ, നീ എന്റെ അടുക്കൽ ഇപ്പോൾ വരണമേ. ആമേൻ. നീ ഹൃദയം നുറുങ്ങിയാണ് വിളിക്കുന്നത് എങ്കിൽ കർത്താവിന് കടന്നു വരികയും നിന്റെ മേൽ ആ അത്ഭുത പ്രവൃത്തി ഇന്ന് നടക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു എന്റെ മേൽ അത്ഭുതം നടത്തുവാൻ പോകുന്നു. ആമേൻ. യേശു എന്റെ മേൽ അത്ഭുതം നടത്തുവാൻ പോകുന്നു. വിശ്വാസത്തോടുകൂടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അവന്റെ അത്ഭുത ശക്തി ഇതാ വ്യാപരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ അടിച്ച് ആരാധിക്കുവാൻ പോകുകയാണ്. കരങ്ങൾ അടിച്ച് ആരാധിക്കുമ്പോൾ അവിശ്വാസിയായിട്ടല്ല, വിശ്വാസത്തോടുകൂടെ കരങ്ങളെ അടിച്ച് ആരാധിക്കുക. അത്ഭുത ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഇന്ന് ബന്ധനങ്ങൾ, രോഗങ്ങൾ അടിയും. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ശക്തി ഇതാ നടക്കുവാൻ പോകുന്നു. അത്ഭുതത്തിന്റെ ശക്തി ഇതാ നടക്കുവാൻ പോകുന്നു. ആമേൻ. ആരാധിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നു. വിശ്വാസത്തിന് ഏറ്റവും വിടുതൽ, വിശ്വാസത്തിന് ഏറ്റവും വിടുതൽ കർത്താവ്
അയക്കുന്നു. ആമേൻ. ഹൃദയമൊരുക്കത്തോടു കൂടെ ചോദിക്കുക, the name of Jesus, the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ അടിച്ചാരാധിക്കുക. അപ്പോൾ സൗഖ്യം, ആമേൻ, വിടുതൽ കടന്നു വരുന്നു. We're
ബാധിക്കപ്പെടുമ്പോൾ, നമ്മെ ബലഹീനപ്പെടുത്തുന്ന ശാപങ്ങൾ ഇപ്പോൾ ഇത് അപ്പുറത്ത് വരട്ടെ. The Holy Spirit, the Holy Spirit. യേശുവിന് പറഞ്ഞിട്ട് യേശുവേ ശരീരമിത തിരുക്കരങ്ങളിൽ പറയട്ടെ. യേശുവേ ശരീരമിത തിരുക്കരങ്ങളിൽ എന്റെ ജീവിതത്തിനു കരങ്ങളിൽ തരുന്നു. ആമേൻ. എന്റെ ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. ഓ യേശുവേ, എന്റെ ശരീരത്തെ നീ പുതുക്കി പണിയണമേ. യേശുവേ, എന്റെ ശരീരത്തെ നീ പുതുക്കി പണിയണമേ. എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന രോഗാത്മാവ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരം വിട്ട് മാറട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ശരീരത്തെ ഇപ്പോൾ നമ്മൾ ഏൽപ്പിച്ചു എങ്കിൽ, നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ശരീരങ്ങളെ ഇപ്പോൾ ഏൽപ്പിച്ചു എങ്കിൽ, കർത്താവ് നമ്മെ ഇത് തൊടുന്നു, ഇത് പണിയുവാൻ പോകുന്നു. നമ്മുടെ ശരീരത്തിൽ ആമേ നശിച്ചു പോയതായ ബന്ധനാമൻ നമ്മൾ ശേഷിപ്പുകൾ ബലം തരുന്നു കർത്താവ്. ഹല്ലേലൂയ. നശിച്ചു പോയ ആരോഗ്യത്തെ തിരിച്ചു തരുന്നു, തിരിച്ചു തരുന്നു, തിരിച്ചു തരുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ യേശുവിന്റെ കരങ്ങളിൽ നമ്മൾ ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ആമേൻ. അവന്റെ ഉള്ളം കരത്തിൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങൾ ഇതാ അവന്റെ ഉള്ള കയ്യിൽ നിന്ന് ഇതാ ആമേൻ ഇത് ആവിയായി പുറത്തു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗാവസ്ഥകൾ ഇതാ എന്റെ ശരീരം വിട്ട് പുറത്തു പോകുന്നത് നിങ്ങൾ കാണുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ കാണുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭവനം ഇതാ വിശുദ്ധീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ എന്റെ ഭവനത്തെ ഇതാ തൊടുന്നു, എന്റെ ജോലികളെ ഇതാ തൊടുന്നു. ശാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ ജീവിത അവസ്ഥകളോ ഹല്ലേലൂയ ഈ ആരാധനയിലൂടെ ഇപ്പോൾ മാറുവാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ ശാപം അഴിയുവാൻ തക്കവണ്ണം നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്കിപ്പോൾ ആരാധിക്കാം. ശാപങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ജോലികളിൽ നിന്ന്, ഉപജീവന മാർഗത്തിൽ നിന്ന് അഴിയുവാൻ പോകുന്നു. ഈ ആരാധന, ഈ ഗാനം പാടുമ്പോൾ, കരങ്ങൾ അടിച്ച് ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടും, വ്യാപരിക്കപ്പെടുന്നു. ആമേൻ, ആമേൻ. ശാപം മാറുവാൻ വേണ്ടി കരങ്ങൾ അടിച്ച് ആരാധിക്കുക. ശാപം മാറുവാൻ, ആമേൻ, ശാപം മാറുവാൻ, മന്ത്രവാദ ശക്തികൾ അഴിയുവാൻ, ദുർശക്തികൾ അഴിയുവാൻ, ശക്തികൾ അഴിയാൻ. സ്വർഗ്ഗേ വിരുവിനായി പരത്തിയിടും ഞാൻ മറുരൂപമായി പരമേശ്വരൻ സന്നിധോ
ശാപവും ദോഷവും എന്റെ ജീവിതം വിട്ട് അഴിയുന്നു. ആമേൻ. ശാപവും ദോഷവും എന്റെ ജീവിതം വിട്ട് അഴിയുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ശാപം യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല യേശുവേ, മക്കളുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചതിനായി സ്തോത്രം, വ്യാപരിച്ചതിനായി സ്തോത്രം, വ്യാപരിച്ചതിനായി സ്തോത്രം. ആമേൻ. യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു, യേശു എന്നെ വിടുവിച്ചിരിക്കുന്നു, യേശു എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ആ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങളെ ഇപ്പോൾ യേശുവിനോട് പറയാം. ഏത് രോഗമാകട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് രോഗമാകട്ടെ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പിതാവേ, രോഗാവസ്ഥകളിൽ ഈ മക്കളെ ഇതാ തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. നാശ്രയനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോഴിതാ കൽപ്പിക്കുന്നു. സകല രോഗാത്മാക്കളും ഇവിടെ ആയിരിക്കുന്ന സകലരുടെ മേൽ നിന്ന് പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നാശ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമായതിനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറട്ടെ, വിളിശാപങ്ങൾ മാറട്ടെ. ഓ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ ദിവസവും കുടുംബത്തിൽ കണ്ണുനീരെങ്കിൽ അത് മാറട്ടെ. പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ കുടുംബത്തിനകത്ത് എന്റെ ആത്മാവിനെ അയക്കട്ടെ. കുടുംബത്തിനകത്ത് നിൽക്കുന്ന അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവിന്റെ അധികാര നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഉപജീവന മാർഗങ്ങളുടെ മേൽ തടസ്സങ്ങൾ മാറട്ടെ. ഏത് ജോലി നിങ്ങൾ ചെയ്യുന്നു എന്നല്ല, അതിന്റെ മേലിരിക്കുന്ന തടസ്സം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ നിലവിളികളുടെ ശബ്ദം നീ കേട്ടാൽ വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. നമ്മെ തന്നെ യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ പലതിനെ ചൊല്ലി വിലപിച്ച് വേദനയോടുകൂടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. പലതിനെ ചൊല്ലി. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ ചൊല്ലി വിലപിച്ചുകൊണ്ടേ നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. കുടുംബം, ആമേൻ. എത്ര തന്നെ ശ്രമിച്ചിട്ടും എന്റെ കുടുംബം മുൻപോട്ട് വരുന്നില്ല. വിലപിച്ച് കരയുന്നു എങ്കിൽ ആ കുടുംബത്തെ യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. ഉപജീവന മാർഗം തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ വിലപിക്കുന്നുവെങ്കിൽ ആ കുടുംബ ജീവിതത്തിൽ ലഭിക്കാമേൻ, ആമേൻ, ആ തടസ്സപ്പെട്ടതായ ആമേൻ ജോലികൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു ലഭിക്കട്ടെ. ആമേൻ. നമ്മൾ ചെയ്യുന്നതായ ഉപജീവനത്തിന്റെ ആമേൻ ബിസിനസ്സുകളാകട്ടെ, കൂലിപ്പണികളാകട്ടെ, എന്ത് ജോലിയായിരുന്നു കൊള്ളട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുന്നില്ല, വേദനയോടുകൂടെയാണ് ആയിരുന്നുവെങ്കിൽ കർത്താവിനോട് പറയുക: യേശുവേ, ജോലിയുടെ മേൽ ശക്തിയെ നീ ഇപ്പോഴയച്ച അതിന്റെ മേലിരിക്കുന്ന തടസ്സങ്ങൾ ഇപ്പോൾ മാറ്റണം. കർത്താവ് പറയുന്നു: നീ വിചാരപ്പെടരുത്. നിന്റെ ജോലി ഓർത്ത് നീ വിചാരപ്പെടണ്ട. ആമേൻ. ആ ജോലി, നീ ചെയ്യുന്ന ഏത് ജോലിയാകട്ടെ, കർത്താവിന്റെ കരത്തിൽ കൊടുക്കുക. ഇപ്പോൾ കർത്താവിന്റെ കരത്തിൽ കൊടുക്കപ്പെടുമ്പോൾ അത് കർത്താവ് നമുക്ക് അനുഗ്രഹിച്ച, ആശീർവദിച്ച ആ ജോലിയെ തരുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ അറിയുന്നവരാണെങ്കിൽ, മക്കളെ അറിയുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളെയും നമ്മൾ എത്ര തന്നെ നോക്കിയിട്ടും നല്ല രീതിയിൽ വളർത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. ആമേൻ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ കഴിയുന്നില്ല. അവരുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. പല ആപത്തുകളിലും അനർത്ഥങ്ങളിലും ചെന്നവർ വീഴുന്നു പോകുന്നു എന്ന് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നമ്മുടെ മക്കളെ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അവരെ ഓർത്ത് വിചാരപ്പെടേണ്ട. അവർക്ക് വരുന്ന ദോഷങ്ങൾ മാറ്റുന്നു. ഹല്ലേലൂയ. മക്കളെ ഓർത്തു നീ കരയുക, അവർക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ നിന്റെ മക്കൾക്കും ദോഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറും. നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കുന്ന ശാപം
അവരെ വിട്ട് അകന്നു പോകും. കാരണം നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് കാവലായി അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇപ്പോൾ മുദ്രയിടുന്നു. നിങ്ങളുടെ മക്കൾ എവിടെ ഇരിക്കുന്നു എന്ന് ഓർത്താൽ ഭാരപ്പെടണ്ട. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മൾ മക്കൾ ഇരിക്കുന്ന സ്ഥലങ്ങളെ കണ്ടിട്ട് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവർക്ക് ഒരു ആപത്തോ അനർത്ഥമോ കടന്നു വരത്തുമില്ല. കാരണം എന്തുകൊണ്ട്? ആ മക്കളെ സൂക്ഷിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് കഴിയും, പക്ഷെ അവരെ സംരക്ഷിപ്പാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ ജന്മം നൽകി അവരെ ഇനി പിടിച്ചു നേർവഴിക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. അവരെ നേർവഴി നടത്തുവാൻ സർവശക്തനായിരിക്കുന്ന യേശുവിനെ കഴിയത്തുള്ളൂ. യേശുവിനോട് പറയുക, യേശുവേ, എന്റെ മക്കളെ നേർവഴിക്ക് നടത്തുവാൻ തക്കവണ്ണം നിന്റെ ആത്മാവിനെ ഇപ്പോൾ അവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ നീ അയക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്റെ മക്കളുടെ മേലിരിക്കുന്ന ദുഷ്ടാത്മാവിന്റെ ശക്തികളെല്ലാം അഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. വിചാരപ്പെടണ്ട, മക്കളെ ഓർത്ത് വിചാരപ്പെടണ്ട. അവരുടെ ജീവിതം നശിച്ചു പോകാതിരിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അവരുടെ ഉള്ളിലെ ദുർബുദ്ധികൾ മാറുവാൻ, ആമേൻ, വെറും കൂത്തുകൾ മാറുവാൻ, മദ്യവും മയക്കുമരുന്നുകളിലൂടെ പോകുന്ന വഴികൾ മാറുവാൻ, ദോഷ വഴികളിലൂടെ തെറ്റിപ്പോകുന്നത് മാറുവാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവ് പറയുന്നു, നീ വിചാരപ്പെടുന്നത് കൊണ്ടിട്ട് ഒരു മുഴ നീട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയത്തില്ല. ആമേൻ. വിചാരപ്പെടുന്നത് കർത്താവിന്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുക. എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. എന്റെ ഭവനത്തെ ഓർത്ത്, ആമേൻ, ഉപജീവനത്തിനുള്ള വഴി കർത്താവ് തരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ ഓർത്ത് നമ്മൾ വിചാരപ്പെടുന്നുവോ? നമ്മുടെ ശരീരം നമ്മൾ ചിന്തിക്കുന്നത് പോലെ വഴങ്ങുന്നില്ല. ഹല്ലേലൂയ. ഈ ശരീരത്തെ നിർമ്മിച്ചത് ആര്? കർത്താവാണ് ഈ ശരീരത്തെ നിർമ്മിച്ചത്. ആമേൻ. ആ കർത്താവിന്റെ കരത്തിൽ നമ്മളിപ്പോൾ കർത്താവിന്റെ കരത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സമർപ്പിക്കുക. നമ്മെ ഓർത്ത് നമ്മൾ വിചാരപ്പെടേണ്ട, നമ്മുടെ ശരീരത്തെ ഓർത്ത് വിചാരപ്പെടേണ്ട. കർത്താവിന്റെ കരത്തിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ എന്റെ ശരീരത്തിലിരിക്കുന്ന രോഗാത്മാവ് എന്നെ വിട്ട് പുറത്തു പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ശരീരത്തിലിരിക്കുന്ന രോഗാത്മാവിന്റെ ശരീരം വിട്ട് മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ സകലതും സ്തോത്രത്തോടുകൂടെ അവന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഒന്നിനെ കുറിച്ചും നീ വിചാരപ്പെടണ്ട. ആമേൻ. വിചാരപ്പെടുന്നതിനെ കുറിച്ച്, ആമേൻ, ആമേൻ, നിനക്ക് അതിനെ കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. ദോഷവും ശാപവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ആ വിടുതലിന്റെ ശക്തി കർത്താവിന്റെ നാമത്തിൽ എന്റെ മേൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. ദോഷശാപങ്ങൾ അഴിയട്ടെ. ദോഷശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഴിയട്ടെ. സകലിതമാകുന്ന ദുരാത്മാവിന്റെ കെട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല ദോഷവും ശാപവും അഴിഞ്ഞു മാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിങ്കിൽ കാക്കും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ നിന്ന് കാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ മാറ്റുന്നതായ കർത്താവിന്റെ സ്നേഹം. ആമേൻ. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ മാറ്റുന്നതായ ഒരു വലിയ കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ ഹൃദയ വിചാരം എന്നെ നശിപ്പിക്കുന്നതിൽ കർത്താവിന്റെ നാമത്തിൽ,
കർത്താവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ നിന്നും സകല ദോഷാത്മാക്കളും പുറത്തു പോകുകയും ആ ദോഷാത്മാക്കൾ എന്റെ ശരീരം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ വലിയൊരു വിടുതലിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ ആമേൻ എന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് അത് വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സകല ബുദ്ധിയെയും, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പറയും എന്റെ രോഗം മാറിപ്പോകത്തില്ല. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പറയുന്നതാണ് എന്താണ്? ആ രോഗം നമ്മളെ വിട്ട് മാറത്തില്ല. എന്നാൽ പറയുന്നു നിന്റെ ശരീരത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു നിന്റെ ശരീരത്തിൽ നിന്ന് രോഗം മാറിയിരിക്കുന്നു. സകലതായ ദൈവത്തിന്റെ സമാധാനം എന്റെ മേൽ വന്നിരിക്കുന്നു. ഈ തിരുവചനം കേൾക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവിശ്വാസം കടന്നു വരും. ഹല്ലേലൂയ. എന്നെ തൊടുവാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടാത്മ ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. യേശു എന്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. യേശു എന്റെ കൂടെയുണ്ട്. യേശു എന്റെ കൂടെയുണ്ട്. ആമേൻ. നമ്മളിപ്പോൾ ചെറിയൊരു പ്രാണി ഇവിടെ കയറി വന്നപ്പോൾ നമ്മളിപ്പോൾ വളരെയധികം അസ്വസ്ഥതപ്പെട്ടു. ഹല്ലേലൂയ. ആന്റിയുടെ അടുത്ത് വെച്ച് ഞാൻ അടിച്ചു കൊല്ലാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടെന്നറിയുമോ? കുറെ നാളുകൾ കൊണ്ട് ഒരു നാഗരൂപം അമ്മയുടെ ദേഹത്തുണ്ട്, അവരുടെ ശരീരത്തുണ്ട്. ആമേൻ. അതിന്ന് എവിടെ നിന്നോ കയറി ഇവിടെ വന്ന് അവരെടുക്കൽ തന്നെ ഇരുന്ന് തല്ലിക്കൊല്ലുകയും ചെയ്തു. ആമേൻ. സകല ബുദ്ധിയും കഴിയുന്നതായ ഒരു ദൈവ സ്നേഹം. ആമേൻ. ദൈവ സ്നേഹം നമ്മോട് കൂടെ ഉള്ളപ്പോൾ ഒരു ദുരാത്മാവിന്റെ ശക്തിയും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങൾ വിചാരിക്കും അത് കയറി വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് അസ്വസ്ഥതപ്പെട്ടില്ല എന്ന്. ഇന്നലെ രാത്രി മുതലേ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് ഈ ഒരു ഇഴജന്തു കയറി വരുന്നത്. ഇന്നലെ രാത്രി മുതലേ. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥതപ്പെടാത്തത്. കാരണം കർത്താവിനറിയാം എല്ലാം മുൻകൂട്ടി. ഒരു ദോഷവും നിന്നെ തൊടുകയില്ല. നീ സിംഹത്തിന്മേലും മണലിന്മേലും പെരുമ്പാമ്പിന്മേലും നീ ചവിട്ടും, അവ ഒന്നും നിന്നെ തൊടുകയില്ല. കാരണം നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരുമായി എന്റെ ദൂതന്മാർ നിനക്ക് കാവലുള്ളപ്പോൾ ഒരു ശക്തിയും നമ്മെ തൊടത്തില്ല. വിശ്വസിക്കുക. ഹല്ലേലൂയ. 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 യോഗാത്മാവ് എന്നെ ഇനി തൊടത്തില്ല. എന്റെ മേൽ നിന്ന് മാറിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. കടഭാരം എന്നെ ഇനി തളർത്തുകയില്ല. യേശുവിന്റെ നാമത്തിൽ മാറുവാൻ തക്കമുള്ള വഴികളെ അവൻ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തെ ഓർത്ത് ഞാൻ ഭാരപ്പെടുകയില്ല. യേശുവിന്റെ കരങ്ങളിൽ അത് സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭാരപ്പെടുന്നില്ല. എന്റെ മക്കളെ ഞാൻ കരയത്തില്ല. കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ കൊടുത്തിരിക്കുന്നു. ഓ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരവുമല്ല. എന്റെ ഞാൻ നിന്നിലൂടെ നടത്തുവാൻ തക്കവണ്ണം നിന്നെ ഞാൻ ഉടച്ചു വാർത്ത് പണിതെടുക്കുന്ന ഒരു രൂപാന്തരത്തിലത്രേ. കർത്താവിൻ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ നോക്കിയപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീരും സങ്കടമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ആ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കും. ആ കർത്താവിന്റെ കരങ്ങളിൽ എന്നെ ബലപ്പെടുത്തി ശക്തീകരിക്കുന്നു. കർത്താവിന്റെ കരത്ത് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് സ്തുതിക്കാം. എല്ലാ ബന്ധങ്ങളും രോഗം കർത്താവിനെ നമ്മൾ സ്വീകരിച്ചിട്ട് വലിയൊരു സൗഖ്യം നമ്മൾ ഇതാ നേടുവാൻ പോകുന്നു. വലിയൊരു സൗഖ്യവും വലിയൊരു രക്ഷയും നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടുകൂടെ നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മൾ പാടുമ്പോൾ ആമേൻ, നമ്മൾ അസാധ്യമെന്ന് തോന്നിയതായ പലതും സാധ്യമാക്കി തരുന്ന ക്രിസ്തുവിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും ഇതാ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. സൗഖ്യം തരുന്നതായ കർത്താവിന്റെ മുമ്പിൽ കരങ്ങളെ അടിച്ചു പാടുക. ഓ, കരങ്ങൾ അടിച്ചു പാടുക. ഹല്ലേലൂയ. ഓ, സൗഖ്യത്തിന് വേണ്ടി കരങ്ങൾ അടിച്ചു പാടുക. ഓ, യേശുവിന്റെ
കുടുംബത്തിൽ എനിക്ക് നീ സമാധാനം തരുന്നതിനായി സ്തോത്രം. എന്റെ രോഗങ്ങളെല്ലാം നീ മാറ്റിയതിനായി സ്തോത്രം. എന്റെ ഉപജീവന വഴികൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കടഭാരങ്ങളെ നീ മാറ്റുന്നതിനായി സ്തോത്രം. ആ കർത്താവ് നമ്മെ സൗഖ്യമാക്കി രക്ഷിച്ചതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സകലർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. അതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു അതിൽ